അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ സിബിഐ അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ രാജിവെക്കില്ലെന്ന് കിഫ്ബി സിഇഒയും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ കെ.എം. എബ്രഹാം. കിഫ്ബി ജീവനക്കാർക്കുള്ള വിശുദ്ധിന സന്ദേശത്തിലാണ് വിശദീകരണം. സിബിഐ അന്വേഷണത്തെ സധൈര്യം നേരിടുമെന്നും രാജിവെക്കണോ എന്ന് മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാമെന്നും കെ.എം. എബ്രഹാം വ്യക്തമാക്കി. ബിനിൽ ലീല സാബു ചേരുന്നു വിവരങ്ങളുമായി. ബിനിൽ, ഈ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് എന്താണ്? കെ.എം. എബ്രഹാം ഇപ്പോൾ ഈ വിശുദ്ധിന സന്ദേശത്തിൽ വിശദീകരിക്കുന്നത് എന്താണ്? ഇപ്പോൾ അടിയന്തരമായി ഇക്കാര്യം സർക്കാർ ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ എന്തായാലും ഇക്കാര്യത്തിൽ രാജിയില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുക കൂടി ചെയ്യുകയാണ് ഈ ഘട്ടത്തിൽ. പ്രത്യേകിച്ച് ഇന്ന് വിഷുവാണ്. വിഷുദിന സന്ദേശത്തിലാണ് ഇക്കാര്യത്തിൽ ഒരു രാജിയില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. 2015 അദ്ദേഹം ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്നു. ആ സമയത്ത് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്നുള്ളതാണ് കേസ്. പ്രത്യേകിച്ച് കേസ് നൽകിയത് പൊതുപ്രവർത്തകൻ ജോമോൻ പുത്തപ്പള്ളിക്കാണ്. ആ കേസിൽ പ്രധാനമായും പറയുന്നത് 3 സ്ഥലത്ത് അനധികൃതമായ സ്വത്ത് സമ്പാദിച്ചു എന്നുള്ളതാണ്. ഒന്ന് മുംബൈയിലാണ്, അവിടെ അപ്പാർട്ട്മെന്റ് ഉണ്ട്. മറ്റൊന്ന് തിരുവനന്തപുരത്ത് അപ്പാർട്ട്മെന്റ് വാങ്ങിച്ചു. മറ്റൊന്ന് കൊല്ലത്ത് കടപ്പാക്കാടിൽ ഷോപ്പിംഗ് കോംപ്ലക്സ്. ഈ 3 ഇടങ്ങളിലും അദ്ദേഹം സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ സ്വത്ത് സമ്പാദിച്ചതിൽ അതിന്റെ EMI അടയ്ക്കുന്നത്, പ്രത്യേകിച്ച് മാസം തോറും അടയ്ക്കുന്ന തുക ശമ്പളത്തെക്കാൾ 10 മടങ്ങ് വർധനവാണെന്നുള്ളതാണ് പരാതി. ആ പരാതിയാണ് ആദ്യം വിജിലൻസ് അന്വേഷിച്ചത്. പക്ഷേ വിജിലൻസ് അന്വേഷിച്ചപ്പോൾ ആ കേസ് തള്ളുകയാണ് ചെയ്തത്. പിന്നീടാണ് ഇക്കാര്യത്തിൽ കോടതി നടപടിയിലേക്ക് ജോമോൻ പുത്തപ്പള്ളി നീങ്ങുകയും ചെയ്തത്. നിലവിൽ ഇക്കാര്യത്തിൽ എന്തായാലും അനധികൃത സ്വത്ത് സമ്പാദനം ഉണ്ട് എന്നുള്ള അനുമാനത്തിലാണ് കോടതിയുള്ളത്. അതിന്റെ പ്രകാരമായിട്ടാണ് ഇപ്പോൾ ഹൈക്കോടതി CBI അന്വേഷണത്തെ സ്വാഗതം ചെയ്തത്. CBI അന്വേഷണം ആകാമെന്ന നിലപാട് എടുക്കുകയും ചെയ്തത്. പക്ഷേ ഇക്കാര്യത്തിൽ കെ.എം. എബ്രഹാം പറയുന്നത് അനധികൃത സ്വത്ത് സമ്പാദനം ഇല്ല എന്നാണ് അദ്ദേഹം ഇപ്പോഴും ആവർത്തിക്കുന്നത്. ഇന്നിപ്പോൾ അദ്ദേഹം പറയുന്ന ഈ വിഷുദിന സന്ദേശത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, താനിപ്പോൾ രാജിവെച്ചാൽ, ഇപ്പോൾ കിഫ്ബി CEO ആണ്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉള്ള ആളാണ്. അങ്ങനെ രാജിവെച്ചാൽ ഈ കേസിൽ അല്ലെങ്കിൽ ഈ ആരോപണത്തിൽ കഴമ്പുണ്ട് എന്ന കാര്യം വരും. അതുകൊണ്ട് ഇപ്പോൾ രാജിവെക്കുന്നില്ല. രാജി എന്ന കാര്യം മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണ്. അങ്ങനെ അദ്ദേഹം പറഞ്ഞ, അല്ലെങ്കിൽ ആ ഓഫീസ് പറഞ്ഞാൽ രാജിവെക്കാൻ തയ്യാറാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നിലവിൽ ഇക്കാര്യത്തിൽ താൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പൂർണ്ണമായും ശരിയാണ് എന്ന നിലപാടിലാണ് കെ.എം. എബ്രഹാം ഉള്ളത്. പ്രത്യേകിച്ച് താൻ കൊല്ലം കടപ്പാക്കടയിൽ ഈ സ്വത്ത് വാങ്ങിയത്, അതായത് അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിനുണ്ടായിരുന്നു. ആ സ്വത്ത് വാങ്ങിയത് സഹോദരനടക്കമുള്ള മറ്റ് ബന്ധുക്കളുടെ സഹായത്തോടു കൂടിയാണ്. മാത്രമല്ല, കോടതി ഇക്കാര്യങ്ങൾ താൻ സമർപ്പിച്ച അനധികൃത സ്വത്ത് സമ്പാദനമാണ്. ആ കേസിൽ താൻ നൽകിയ പണത്തിന് ഇടപാടടക്കം കൃത്യമായ രേഖകളുണ്ട്. ആ രേഖകൾ നൽകിയത് ഭാര്യയുടെ സാമ്പത്തിക ഇടപാടുകൾ, സഹോദരന്റെ സാമ്പത്തിക ഇടപാടുകൾ, അങ്ങനെ സാമ്പത്തിക ഇടപാട് കൃത്യമായി കോടതിയിൽ കാണിച്ചിരുന്നു. പക്ഷേ ഇതൊന്നും കോടതി പരിഗണിച്ചില്ല, അല്ലെങ്കിൽ കൃത്യമായി പരിശോധിച്ചില്ല എന്നൊരു വാദമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ, ഈ വിഷയത്തിൽ കോൺഗ്രസിനും എതിരഭിപ്രായമില്ല എന്നുള്ളതാണ്. കാരണം കെ.എം. എബ്രഹാം നേരത്തെ മുതൽ അറിയാമെന്നാണ് നേരത്തെ MM ഹസൻ UDF കൺവീനർ പറയുന്ന കാര്യം. എന്തായാലും ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് താൻ തെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ തന്റെ കയ്യിൽ രക്തക്കറയില്ല എന്ന് തന്നെ ആവർത്തിച്ച് അദ്ദേഹം വ്യക്തമാക്കുന്നു. നിലവിൽ സധൈര്യം ഈ കേസിൽ നേരിടുമെന്നാണ് കെ.എം. എബ്രഹാം പറയുന്നത്. ലക്ഷ്മി, CBI അന്വേഷണത്തെ സധൈര്യം നേരിടും എന്ന് കെ.എം. എബ്രഹാം പറയുന്നു. ബിനിൽ ലീല സാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്.